Good morning to all of you. Dear students, welcome to 11th session of our subject English for Communication. Today also we are going to cover the simple grammar portion, which is generally used to come for end semester exam in part B. Now today's portion we are going to cover about 38 marks questions. Let us discuss about that. Now topics before that, the topics covered in previous sessions. Let us have a recap. Writing part, 7 sessions we have covered earlier. Then 8th, 9th and 10th sessions we have covered simple grammar. Now this is 11th session. Okay, moving on. Punctuation. Okay, this is a new topic, not new to you, but we are discussing about punctuation. റീഡ് ദ ഫോളോയിങ് പാസേജ്. ഒരു പാസേജ് തന്നിട്ടുണ്ടാവും, നമുക്ക് വായിച്ച് നോക്കാം. പഞ്ച്വേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കുറേ തെറ്റുകൾ അതിനകത്ത് സെൻറ്റൻസ് പാരഗ്രാഫിൽ വന്നിട്ടുണ്ട്. അത് കറക്റ്റ് ചെയ്ത് പോവുക എന്നുള്ളതാണ്. നമുക്കൊന്ന് വായിച്ച് നോക്കാം. സംടൈംസ് ഇറ്റ് ഗെറ്റ്സ് റിയലി ബാഫ്ലിംഗ് വെൻ ഐ ഹാവ് ടു ഡിസൈഡ് വെദർ ടു ക്യാപിറ്റലൈസ് എ ലെറ്റർ ഐ. നോ, I don't always have to capitalize the word doctor. Do I have to capitalize Dr. Johnson? There is also the question of comma, question mark, exclamation mark, or just a full stop at the end of each sentence. There is also the issue of simplicity. Can I state a sentence in such a way that no one comprehends anything? The only thing I am sure now is that it will be a lot easier if I pay more attention to my English class. ഇത്രയാണ് ഉള്ളത്. അപ്പോൾ നോക്കി നോക്കൂ, എങ്ങനെയൊക്കെയാണ് കറക്റ്റ് ചെയ്ത് പോവുക എന്നുള്ളത് നമുക്കറിയാം. ഐ എന്നുള്ള പോർഷൻസ് എങ്ങനെയുണ്ട്, ഇങ്ങനെയുള്ള ഏരിയകളാണ് പൊതുവേ കറക്ഷൻസ് വരിക. ഫുൾ സ്റ്റോപ്പ് എവിടെയെങ്കിലും വേണ്ടതുണ്ടോ, ഫുൾ സ്റ്റോപ്പിന് ശേഷം എന്തൊക്കെ കറക്ഷൻസാണ് വരിക, ഈ വക ഡീറ്റെയിൽസാണ്. അപ്പോൾ അതൊന്ന് മനസ്സിരുത്തിയത് നോക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു ചോദ്യം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം, പഞ്ച്വേഷൻ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, എങ്ങനെയൊക്കെയാണ് അതൊന്ന് നമുക്കൊന്ന് നോക്കാം. സ്റ്റെപ്പുകൾ. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നെ വരിക. റീറൈറ്റ് ദ പാസേജ് കറക്റ്റിംഗ് ദ എറേഴ്സ് യു നോട്ടീസ്ഡ്. ഇൻഡിവിജ്വൽ ആക്ടിവിറ്റി നമ്മുടെ ആക്ടിവിറ്റി ആവുകൊണ്ട് ഞാൻ ബ്രാക്കറ്റ് ഇട്ടു എന്നേ ഉള്ളൂ. ഇൻഡിവിജ്വൽ ആക്ടിവിറ്റി പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വരില്ല. ക്വസ്റ്റ്യൻ ഇങ്ങനെ വരിക. റീറൈറ്റ് ദ പാസേജ് കറക്റ്റിംഗ് ദി എറേഴ്സ് യു നോട്ടീസ്ഡ്. ക്യാരി 6 മാർക്സ്. നമുക്കൊരു സെൽഫ് ചെക്ക് നോക്കാം. യൂസ് ദ സെൽഫ് ചെക്ക് ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ ടു ഇംപ്രൂവ് യുവർ റൈറ്റിംഗ്. നിങ്ങളുടെ റൈറ്റിംഗ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഒരു സെൽഫ് ചെക്ക് ക്വസ്റ്റ്യൻസ് കുറച്ചെണ്ണം തന്നിട്ടുണ്ട്. അത് നമുക്ക് ഓടിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് ചെയ്തത് എത്രത്തോളം ശരിയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ എവിടേക്കാണ് കറക്ഷൻ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാൻ പറ്റും. ഫസ്റ്റ് വൺ, ഡിഡ് യു ബിഗിൻ ഈച്ച് സെൻറ്റൻസ് വിത്ത് എ ക്യാപിറ്റൽ ലെറ്റർ? ഓരോ സെൻറ്റൻസ് തുടങ്ങുമ്പോഴും ഫസ്റ്റ് വേർഡിൻ്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. അങ്ങനെയാണോ തുടങ്ങിയിട്ടുള്ളത്? സെൽഫ് ചെക്കാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. ഡിഡ് യു ക്യാപിറ്റലൈസ് ഐ ആൻഡ് നെയിംസ് ഓഫ് പേഴ്സൺസ്? ഐ എന്നുള്ളത് എവിടെ ഉണ്ടെങ്കിലും അത് ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും. ഏത് പൊസിഷനാണ്, ഇറസ്പെക്റ്റീവ് ഓഫ് പൊസിഷൻ. ഐ ഷുഡ് ബി ആൾവേസ് ക്യാപിറ്റൽ. ഐ, ഞാൻ എന്നർത്ഥം വരുന്നത്. ആൻഡ് നെയിംസ് ഓഫ് പേഴ്സൺസ്, വ്യക്തികളുടെ പേര്, അതെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്ററിലാണ്. വി ആൾസോ യൂസ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ബിഫോർ. വേറെ എവിടെയൊക്കെയാണ് നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് സാധാരണ ഉപയോഗിക്കാറുള്ളത്? ബിഫോർ, മുൻപായിട്ട്. ഏതിന് മുമ്പായിട്ട്? നെയിംസ് ഓഫ് പ്ലേസസ്, നെയിംസ് ഓഫ് മൗണ്ടൻസ്, നെയിംസ് ഓഫ് റിവേഴ്സ്. എക്സാമ്പിൾ എറണാകുളം, ദ ആൽപ്സ്, ദ നൈൽ, എക്സെട്ര. നൗ ഡേയ്സ് ആൻഡ് മന്ത്സ്, ദിവസങ്ങളും മാസങ്ങളും. എക്സാമ്പിൾ മൺഡേ, ഓഗസ്റ്റ്, ട്യൂസ്ഡേ, സെപ്റ്റംബർ. ഇങ്ങനെയെല്ലാം വരുമ്പോൾ മാസങ്ങളുടെയും ദിവസങ്ങളുടെയും ഫസ്റ്റ് ലെറ്റർ ഷുഡ് ബി ക്യാപിറ്റൽ 1. നൗ
നെയിംസ് ഓഫ് നേഷൻസ് ആൻഡ് നാഷണാലിറ്റി വേർഡ്. എക്സാമ്പിൾ ഇന്ത്യ, ഇന്ത്യൻ, അമേരിക്ക, അമേരിക്കൻ. അതെല്ലാം ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും. ഓക്കെ, നൗ എഗെയിൻ മൂവിങ് ഫോർവേഡ്. പങ്ക്ച്വേഷൻ മാർക്സ് ഹെൽപ്പ് ടു കമ്മ്യൂണിക്കേറ്റ് ദ മീനിങ് ഓഫ് എ സെൻറ്റൻസ് ക്ലിയർലി. പങ്ക്ച്വേഷൻ മാർക്ക് ഉണ്ടെങ്കിലാണ് നമ്മൾ എന്താണ് എഴുതിയെന്നുള്ളത് അടുത്ത ആൾക്ക് വായിച്ചാൽ കൃത്യമായിട്ടും മനസ്സിലാക്കാൻ പറ്റൂ. അപ്പോൾ കമ്മ്യൂണിക്കേഷനിൽ പങ്ക്ച്വേഷന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. പങ്ക്ച്വേഷൻ മാർക്സ് ഹെൽപ്പ് ടു കമ്മ്യൂണിക്കേറ്റ് ദ മീനിങ് ഓഫ് എ സെൻറ്റൻസ് ക്ലിയർലി. നമ്മൾ ഏത് സെൻറ്റൻസിൻ്റെ മീനിങ് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ പങ്ക്ച്വേഷൻ അത്യാവശ്യമാണ്. ടു കോമൺലി യൂസ് പങ്ക്ച്വേഷൻ മാർക്സ് ആർ ഗിവൺ ബിലോ. അപ്പോസ്ട്രോഫി നമ്മൾ എഴുതാറുണ്ട്, അപ്പോസ്ട്രോഫി. ടു ഷോ കോൺട്രാക്ഷൻസ്. എക്സാമ്പിൾ ഐ ആം എന്നുള്ളത് ഐ അപ്പോസ്ട്രോഫി എം എന്നാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ കോൺട്രാക്ഷൻസ്, ഐ ആം എന്ന വേർഡിൻ്റെ കോൺട്രാക്ഷനാണ്. കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ചുരുക്കം. ഐ അപ്പോസ്ട്രോഫി എം അതിൻ്റെ ചുരുക്കമാണ്. ഐ ആം എന്നുള്ളതിൻ്റെ ചുരുക്കമാണ് ഐ അപ്പോസ്ട്രോഫി എം. നൗ ടു ഷോ പൊസഷൻ. എക്സാമ്പിൾ റിയാസ് ബുക്ക്, റിയയുടെ ബുക്ക്, റിയാസ് ബുക്ക്, റിയ അപ്പോസ്ട്രോഫി എസ്. നൗ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇറ്റ്സ് ആൻഡ് ഇറ്റ് അപ്പോസ്ട്രോഫി എസ്? ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എന്താണ് ഇറ്റ്സും ഇറ്റ് അപ്പോസ്ട്രോഫി എസും തമ്മിലുള്ള വ്യത്യാസം? ഇറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ, ഇറ്റ്സ് അതിൻ്റെ. ഇറ്റ് അപ്പോസ്ട്രോഫി എസ് എന്ന് പറഞ്ഞാലോ ഇറ്റ് ഈസ് എന്നുള്ളതിൻ്റെ ചുരുക്കമാണ്. ഇറ്റ് ഈസ് എന്നുള്ളതിൻ്റെ ചുരുക്കമാണ് ഇറ്റ് അപ്പോസ്ട്രോഫി എസ്. നൗ യൂസ്ഡ് വിത്ത് ക്വസ്റ്റ്യൻസ്. എക്സാമ്പിൾ വാട്ട് ഈസ് യുവർ നെയിം? ആർ ദി സ്പെല്ലിങ്സ് കറക്റ്റ്? ഡിഡ് യു യൂസ് സിമ്പിൾ വേർഡ്സ് ഇൻസ്റ്റെഡ് ഓഫ് ഡിഫിക്കൽട്ട് വൺസ്? അപ്പോൾ നമ്മൾ ആ പാരഗ്രാഫിൽ പാസേജിൽ കണ്ടിട്ടുണ്ടായിരുന്നു, സിമ്പിൾ വേർഡ്സ് ആണോ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡിഫിക്കൽട്ട് വേർഡ്സ് വല്ലതും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നോ? അതിനകത്തൊരു ഡിഫിക്കൽട്ട് വേർഡ് ഉണ്ടായിരുന്നു. എക്സാമ്പിൾ ബാഫ്ലിംഗ് എന്നൊരു വേർഡ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ബാഫ്ലിംഗ് എന്ന വേർഡിൻ്റെ മീനിങ് ആക്ച്വലി കൺഫ്യൂസിങ് എന്നാണ്. അപ്പോൾ നമ്മൾ എഴുതുന്ന സെൻറ്റൻസ് അല്ലെങ്കിൽ വേർഡുകൾ എപ്പോഴായാലും മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഈസി ആയിട്ടുള്ള വേർഡ്സ് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. ഡിഫിക്കൽട്ട് വേർഡ്സ് യൂസ് ചെയ്ത് നമ്മളെ നോളജ് അങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടിപ്പിച്ചിട്ട് വലിയ മെച്ചമൊന്നുമില്ല. അപ്പോൾ നമ്മൾ സിമ്പിൾ വേർഡ്സ് വേണം യൂസ് ചെയ്യാൻ. അപ്പോൾ ബാഫ്ലിംഗ് എന്ന വേർഡിൻ്റെ അർത്ഥം കൺഫ്യൂസിങ് ആണ്. അപ്പോൾ അങ്ങനെ കൺഫ്യൂസിങ് എന്ന വേർഡ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ചെയ്യണം നമ്മൾ എഴുതി കൊണ്ടുവരുമ്പോൾ. നൗ ഡിഡ് യു യൂസ് സിമ്പിൾ വേർഡ്സ് ഇൻസ്റ്റെഡ് ഓഫ് ഡിഫിക്കൽട്ട് വൺസ്? എക്സാമ്പിൾ confusing instead of baffling. That is repetition. That is repetition. Okay. Now let's eat grandpa. Let's eat grandpa. ഇത് രണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസം അവിടെ ഉള്ളത്? ലെറ്റ്സ് ഈറ്റ് ഗ്രാൻഡ്പാ ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ ഈസ് ലെറ്റ്സ് ഈറ്റ് കോമ ഗ്രാൻഡ്പാ. ഫസ്റ്റ് സെൻറ്റൻസ് നമ്മൾ വായിച്ചാൽ നമുക്ക് എന്താ മനസ്സിലാവുക? ലെറ്റ്സ് ഈറ്റ് ഗ്രാൻഡ്പാ, നമുക്ക് ഗ്രാൻഡ്പായെ തിന്നാം എന്നാണ് അർത്ഥം വരിക. ലെറ്റ്സ് ഈറ്റ് കോമ ഗ്രാൻഡ്പാ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രാൻഡ്പയോട് പറയുകയാണ് നമുക്ക് ഭക്ഷണം കഴിക്കാം ഗ്രാൻഡ്പാ. അപ്പോൾ ഒരു കോമ കൊണ്ട് ഒരാളുടെ ജീവിതം രക്ഷപ്പെടുകയാണ്. അപ്പോൾ കറക്റ്റ് പങ്ക്ച്വേഷൻ ക്യാൻ സേവ് എ പേഴ്സൺസ് ലൈഫ്. അപ്പോൾ ഇതാണ് പങ്ക്ച്വേഷൻ്റെ ഗുണം എന്ന് പറയുന്നത്. ആ ഒരു കോമ അവിടെ ഉണ്ടാവുകൊണ്ട് മറ്റേ ടോട്ടൽ ഡിഫറൻറ്റ് മീനിങ് ആയിപ്പോയത്. ഫസ്റ്റ് വൺ ലെറ്റ്സ് ഈറ്റ് ഗ്രാൻഡ്പാ എന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്രാൻഡ്പായെ തിന്നാൻ മതി. രണ്ടാമത് വരുമ്പോൾ അത് ഗ്രാൻഡ്പാ നമുക്ക് ഭക്ഷണം കഴിക്കാം എന്നായി മാറുന്നു. ടോട്ടലി ഡിഫറെൻറ്റ് മീനിങ്. ഒരു കോമ കാരണം ഒരുപാട് ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ പർപ്പസ് വരുമ്പോൾ നമുക്ക് ഈ ഇതേമാതിരിയാണ് ശ്രദ്ധിക്കേണ്ടത്. കോമ വരേണ്ടത് കോമ ഉണ്ടാവണം, ഫുൾ സ്റ്റോപ്പ് വരേണ്ടത് ഫുൾ സ്റ്റോപ്പ്, ഫുൾ സ്റ്റോപ്പിന് ശേഷം ഫസ്റ്റ് ലെറ്റർ ഷുഡ് ബി ക്യാപിറ്റൽ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ ആ പാസേജ് നിങ്ങൾ റീറൈറ്റ് ചെയ്യണം. നിങ്ങൾ ടാസ്ക് ചെയ്യാമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഈ ക്ലാസ് ശ്രദ്ധാപൂർവം കേട്ട് അത് റീറൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഫുള്ളായിട്ടും പങ്ക്ച്വേഷൻ കറക്റ്റ് ചെയ്തിട്ട് എഴുതാം. ഓക്കെ, നൗ മൂവിങ് ടു നെക്സ്റ്റ്. സെക്കൻഡ് വൺ, ഫിൽ അപ്പ് യൂസിങ് അപ്രോപ്രിയേറ്റ് വേർഡ്സ് ഗിവൺ ഇൻ ബ്രാക്കറ്റ്സ്. നമ്മൾ സാധാരണ ചെയ്തുകൊണ്ടിരിക്കണമാതിരി തന്നെ കഴിഞ്ഞ 2-3 സെഷനിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. വ്യത്യാസമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ, ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ. ഓക്കെ, ദ മജീഷ്യൻ വേവ്ഡ് ഹിസ് വാൻഡ് ആൻഡ് ദ കാർഡ്സ് ഡാഷ്. ഏത് വേർഡാണ് അവിടെ വരിക? മജീഷ്യൻ
വാൻഡ് എന്ന് പറഞ്ഞാൽ മാന്ത്രിക വടി, വീശി. കാർഡ്സ് എന്ത് ചെയ്തു. സെക്കൻഡ് വൺ, ദ പോലീസ് പോയിൻറ്റഡ് ദ ഡാഷ് ഓഫ് ദ ഗൺ അറ്റ് ദ ചീഫ്. ഗണ്ണ് ചൂണ്ടി, പോയിൻറ്റഡ് ചെയ്തു എന്നാണ്. അപ്പോൾ ഗണ്ണിൻ്റെ ഏത് പോർഷനാണ് അവിടെ ചൂണ്ടിയിട്ടുണ്ടാവാം. നൗ തേർഡ് വൺ, ഗോൾഡ് ഈസ് ഡാഷ് ബൈ ജ്വല്ലേഴ്സ്. എന്താണ്, ഏത് വേർഡാണ് അവിടെ സ്യൂട്ടബിൾ ആവുക? ഗോൾഡുമായിട്ട് ബന്ധപ്പെട്ടത്. നൗ ഗാന്ധിജി ഈസ് ദ ഡാഷ് ഓഫ് നോൺ വയലൻസ്. ഏത് വേർഡാണ് അവിടെ വരിക? നൗ ഫിഫ്ത്ത് വൺ, ഡൽഹി ഈസ് ദ ഡാഷ് ഫോർ ഇറ്റ്സ് പൊല്യൂട്ടഡ് എയർ. ഇതെല്ലാം ഇതെല്ലാം സ്മോൾ ലെറ്റർ ആയിരിക്കണം. ഓക്കെ, എഫ് സ്മോളാണ് അവിടെ. ദെൻ മുകളിൽ സെയിം ഓഫ് ഓ സ്മോളാണ്. ടൈപ്പ് ചെയ്ത് വരുമ്പോൾ അതങ്ങനെ വരും, നമ്മൾ കറക്റ്റ് ചെയ്യണം അതുകൊണ്ടാണ്. ഓക്കെ, നൗ സെയിം മുകളിൽ സെക്കൻഡ് വൺ ആൾസോ ഓഫ്. ഓക്കെ, നൗ മൂവിങ് ടു നെക്സ്റ്റ്. Read the following sentences and find out the meaning of the words underlined from the context. കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സന്ദർഭം, ആൾറെഡി നമുക്കറിയാം. അത് വായിച്ച് നോക്കിയിട്ട് ആ സെൻറ്റൻസിൽ ആ അണ്ടർലൈൻ വേർഡിൻ്റെ മീനിങ് എന്താണ് സന്ദർഭത്തിനനുസരിച്ച് എന്ന് നമ്മൾ നോക്കുക എന്നുള്ളതാണ്. മോസ്റ്റ് പീപ്പിൾ ഫിയേർഡ് ദ കിങ് ബിക്കോസ് ഹിസ് പണിഷ്മെൻറ്റ്സ് വേർ സിവിയർ. സിവിയർ എന്ന വേർഡിൻ്റെ മീനിങ് എന്തായിരിക്കുക 3 വേർഡുകളിൽ? സെക്കൻഡ് വൺ, we can still reach the movie on time if we make haste. haste എന്ന വേർഡിൻ്റെ മീനിങ് എന്തായിരിക്കും? ഏത് വേർഡായിരിക്കും അവിടെ സൂട്ടബിൾ? തേർഡ് വൺ, Ben became weary after studying continuously for 12 hours. weary എന്ന വേർഡിൻ്റെ മീനിങ് എന്തായിരിക്കും അവിടെ? ഫോർത്ത് വൺ, I became a vegetarian when I understood the dreadful treatment farm animals receive. അപ്പോൾ ഡ്രെഡ്ഫുൾ എന്ന വേർഡിൻ്റെ മീനിങ് എന്തായിരിക്കും? നൗ നെക്സ്റ്റ്, correct the errors in collocation and rewrite the sentences. collocation ചേർന്ന് നിൽക്കുന്നത്, collocation and rewrite the sentences. The prime minister made a visit to the president. അപ്പോൾ അതിന് പകരമായി മെയ്ഡ് എന്ന വേർഡ് അവിടെ സ്യൂട്ടബിൾ അല്ല. സ്യൂട്ടബിൾ വേർഡ് ഏതായിരിക്കും? സെക്കൻഡ് വൺ, ദ ഗ്രാൻഡ് മദർ സ്പോക്ക് എ സ്റ്റോറി ടു ദ ചൈൽഡ്. സ്പോക്ക് എന്ന വേർഡ് സ്യൂട്ടബിൾ അല്ല. സ്യൂട്ടബിൾ വേർഡ് അഡോപ്റ്റ് ചെയ്യാം. നെക്സ്റ്റ് വൺ, write a synonym of the underlined word in the sentence. Benjamin is brilliant in maths. അതിൻ്റെ synonym, brilliant എന്ന വേർഡിന് synonym എഴുതാം. സെക്കൻഡ് വൺ, write the antonym. ആൻറ്റോണിം എന്ന് പറഞ്ഞാൽ വിപരീത ശബ്ദം. സിനോണിം എന്ന് പറഞ്ഞാൽ സെയിം അതേ മീനിങ് നിൽക്കുന്ന ശബ്ദമാണ്. ആൻറ്റോണിം വിപരീത ശബ്ദമാണ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് മീനിങ്. അണ്ടർലൈൻ വേർഡ് ഇൻ ദി സെൻറ്റൻസ്. ഷഫീഖ് തിങ്സ് ദാറ്റ് ദിസ് ഈസ് എ സിമ്പിൾ പ്രോബ്ലം. Okay, moving next. Rewrite the passage by correcting the errors given in underlined letters. പാസേജ് ആണ് അണ്ടർലൈൻഡ് ലെറ്റർ ഏരിയ, ആ ഏരിയ പോർഷനിലാണ് തെറ്റുള്ളത്. വേർഡ്സ് ലെറ്റർ ഏരിയകളിലാണ് തെറ്റ്. നോക്കാം അതെങ്ങനെയാണെന്ന് നോക്കൂ. The mother took a child to the hospital though he was sick. After taking medicines, there was many improvement. The mother told the doctor that he was the better doctor in the whole world. അപ്പോൾ എ എന്ന് പകരം ഉള്ള വേർഡ് ഏതായിരിക്കും അവിടെ? ദോ എന്നതിന് പകരം വേറെ ഏത്? മെനി എന്നതിന് പകരം എന്താണ്? ബെറ്റർ എന്നതിന് പകരം എന്താണ്? ഇത്രയും കറക്ഷൻസ് അവിടെ ഉണ്ടാവും. നൗ മൂവിങ് ടു നെക്സ്റ്റ് വൺ. Fill up the blanks choosing the right words from the help box given. ഗ്യാപ്പ് റൈറ്റ് സൈഡിൽ കാണുന്ന ബ്രാക്കറ്റിൽ കാണുന്ന 2 വേർഡുകളിൽ ഏതെങ്കിലും ഒരു വേർഡ് വെച്ച് ഫില്ല് ചെയ്ത് പോകണം. സ്യൂട്ടബിൾ വേർഡായിരിക്കണം അത്. മോഹൻലാൽ ഈസ് എ ഡാഷ് ആക്ടർ ഇൻ മലയാളം. ഏത് വേർഡായിരിക്കും അവിടെ സൂട്ടബിൾ? ദെൻ ഹീ ഈസ് നോൺ ഫോർ ഹിസ് ഡാഷ് സ്റ്റൈൽ ഇൻ പോർട്രേയിങ് ക്യാരക്ടേഴ്സ്. ഹി പ്ലേസ് ബോത്ത് ഏത് വേർഡ്? ആൻഡ് ഡാഷ് റോൾസ്. ഏത് വേർഡ്? വിത്ത് ഈക്വൽ ഗ്രേസ്. മോഹൻലാൽ എൻജോയ്സ് എ ഡാഷ് ഗ്രോത്ത് ഇൻ ഹിസ് ആക്ടിങ് കരിയർ. ഓക്കെ, ഇതെല്ലാം ഫില്ല് ചെയ്യാം. ഫുള്ളായിട്ടും എഴുതണം. സ്യൂട്ടബിൾ വേർഡ് അവിടെ വെച്ചും കൊണ്ട്. നൗ റീറൈറ്റ് ദ ഫോളോയിങ് പാസേജ് ബൈ കറക്റ്റിംഗ് ദി എറേഴ്സ്. ഫ്രാങ്ക് ഈസ്
study even at midnight because he have an exam tomorrow. Physics are a different subject for him. Therefore, he need to spend more time. Frank finished studying in 2 hours and went to sleep. അപ്പോൾ അണ്ടർലൈൻ പോർഷനിലാണ് തെറ്റുള്ളത്. അത് തെറ്റിൽ ടെൻസ് ഫോമുകളിലായിരിക്കും തെറ്റിയിട്ടുണ്ടാവുക അല്ലെങ്കിൽ സിംഗിൾ പ്ലൂറൽ എന്ന് പറഞ്ഞാൽ തെറ്റായിരിക്കും. അത് നോക്കുക ചെയ്യുക. നൗ മൂവിങ് ടു നെക്സ്റ്റ് വൺ. ഡിസ്ക്രൈബ് ദ ഫോളോയിങ് പിക്ചർ ഇൻ എ പാരഗ്രാഫ് 60 words. ആ പിക്ചർ നോക്കി നിങ്ങളത് ഡിസ്ക്രൈബ് ചെയ്യുക. You should use minimum of 60 words. That means 5 to 8 sentences. Minimum should be 5 sentences and should not be more than 8 sentences. അപ്പോൾ ഇത് എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്താണ് ആ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുക. What are you seeing in that picture? What is happening there? And what are the activities that are going on there? എന്തൊക്കെ നമുക്കവിടെ കാണാം, ഈ വക ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കണം അവിടെ. കൃത്യമായിട്ടും സിമ്പിൾ സെൻറ്റൻസുകളായിട്ട് യൂസ് ചെയ്യുക ആൻഡ് സ്മോൾ സെൻറ്റൻസുകളായിട്ട് യൂസ് ചെയ്യുക. സെൻറ്റൻസുകളുടെ ലെങ്ത്ത് കൂടരുത്. കൂടി വരുന്നത്തോളം നിങ്ങൾ തെറ്റുകൾ വരുത്താനുള്ള സാധ്യത പ്രോബബിലിറ്റി കൂടുതലാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഈ പറഞ്ഞ ആക്ടിവിറ്റീസ് എല്ലാം വൃത്തിയായിട്ട് നിങ്ങൾ എഴുതുക. സാധാരണ ചെയ്യണ മാതിരി തന്നെ എനിക്ക് അയച്ചു തരിക. ബാക്കി നമുക്കത് ചെയ്യാം. അപ്പോൾ തെറ്റുകൾ വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടി ശ്രദ്ധിച്ച് ചെയ്യുക എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻസ് 1-2 തവണ പേഷ്യൻസോട് കൂടി വൃത്തിയായിട്ട് ഇരുന്ന് വായിച്ച് ശ്രദ്ധിച്ച് ക്ലാസ് ശ്രദ്ധാപൂർവ്വം കേൾക്കുക. ഓക്കെ, തൽക്കാലം